ആഷ്ന കുമ്മങ്കല്ല് പോട്ടെ. ബ്രേക്ക് കാല് കേട്ടോ. സെക്കൻഡൊക്കെ ഇട്. ബ്രേക്ക് കാല് വെച്ച് സെക്കൻഡ് ഇട്ടേ മോള്. ഗിയർ മാറണം കേട്ടോ. പടപടന്ന് ഗിയർ മാറി പോകണം കേട്ടോ. ബ്രേക്ക് കാല് വെച്ചോ ചവിട്ടിക്കണം കേട്ടോ. കെച്ചെന്ന് കാല് പൊക്കി. ഗിയർ മാറി അപ്പോൾ തന്നെ കെച്ചെന്ന് കാല് എടുക്കണം കേട്ടോ. എന്നാലേ എഞ്ചിനും ഗിയറും തമ്മിൽ പിടുത്തം വരുള്ളൂ കേട്ടോ. പയ്യപ്പ ടെൻഷനൊന്നും വേണ്ട. അതാത് ഗിയറിൻ്റെ സ്പീഡിനെ പോകാവുള്ളൂ കേട്ടോ. ഞാൻ ചുമ്മാ കാലെടുത്ത് പോയേക്കല്ല. എല്ലാ വളവും കാണത്തില്ലാത്ത സ്ഥലത്തെല്ലാം ബ്രേക്ക് കാല് വന്നാണ്. ബ്രേക്ക് ചവിട്ടി പോകണു. ബ്രേക്ക് നമ്മൾ കൊള്ളാം. റോഡിൻ്റെ മാർക്കിംഗ് എല്ലാം ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ധൈര്യമായിട്ട് പോകും. നിയമം നമ്മൾ പാലിച്ച് ഓടിച്ചാൽ നിയമം നമ്മൾ രക്ഷിക്കുന്ന പറഞ്ഞ് ബോർഡ് എഴുതി വെക്കുന്നതില്ല. അതുപോലെ എല്ലാ നിയമവും പാലിച്ച് കേട്ടോ. ഓവർടേക്ക് ചെയ്യുന്ന ബ്രേക്ക് കാല് ബ്രേക്ക് ഓട്ടിക്ക് കേട്ടോ. ബ്രേക്ക് ഓട്ടം കേട്ടോ. അങ്ങ് ചവിട്ടിപ്പോ കേട്ടോ. ഈ ഓട്ടോറിക്ഷ ഒന്നും എന്നാ അവർ കിടക്കുന്നുണ്ടോ. ഒരു വളവിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യില്ല കേട്ടോ. ശ്രദ്ധിച്ച് ഓടിച്ചാൽ മതി. എല്ലാ വളവിലും ഒരു വണ്ടി ഇങ്ങ് വരുന്നുണ്ടെന്നുള്ള ധാരണ ഓടിക്കണം കേട്ടോ. എവിടെ അധികം ചേർന്ന് പോകണ്ട ആവശ്യമുണ്ട്.
ബ്രേക്ക് കാല് വരണം നമ്മള്. ആവശ്യമുള്ള സ്ഥലത്തിനും വിടും കേട്ടോ. അപ്പം നമുക്ക് ആ മുന്നോട്ട് ഒരു 50 മീറ്റർ ദൂരം ഒരു കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ റോഡിൻ്റെ സ്വഭാവം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും. അത് ഇപ്പം കുഴപ്പമൊന്നുമില്ല അവിടെ ഞങ്ങൾ പോണ സമയത്ത് എന്നാ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതനുസരിച്ചുള്ള ആക്സിഡൻറ്റ് പാലാ റൂട്ടിൽ പോകും. പാലാ റൂട്ട് അത് ഇടത്തോട്ട് പോട്ടെ. പോട്ടെ. എവിടെയെങ്കിലും നിർത്തി കേരളത്തിൽ നിർത്തിയെടുത്തേ കേട്ടോ. ഇവിടെ ഒന്നും നിർത്തല്ലേ, പോട്ടെ. മഞ്ഞോല കിടക്കുന്നുണ്ടോ? മഞ്ഞ വരെയുള്ള വളവിലൊന്നും വണ്ടി നിർത്തില്ല കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി നിർത്തി. എടുത്ത വണ്ടി കൊള്ളാം. ഗിയറിൻ്റെ സ്പീഡ് കയറി വന്നിട്ട് വേണം ഗിയറിടാൻ കേട്ടോ, അല്ലെങ്കിൽ വണ്ടി നിന്ന് പോകും കേട്ടോ. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് കാല് വന്നു കേട്ടോ. വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന എപ്പോഴാണ് വലതുവശത്തോടെയാണ് ഒരു വണ്ടിയുടെ റോഡിൻ്റെ വലതുവശത്തോടെ ഓവർടേക്ക് ചെയ്യണേ. അത് ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പായിട്ട് വേണം ഓവർടേക്ക് ചെയ്യണേ കേട്ടോ. അവിടുന്ന് വണ്ടി വന്നുകൊണ്ടിരുന്നപ്പോഴും ഒരാൾ ഓവർടേക്ക് ചെയ്തിപ്പം പോയത്, മനസ്സിലായോ? അത് ഓവർടേക്ക് ചെയ്ത് അങ്ങനെ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വരും. അപ്പം അങ്ങനെ ചെയ്യില്ല, അവരുടെ കയ്യിലാണോ കുഴപ്പം കേട്ടോ. നമ്മൾ നിയമങ്ങളെല്ലാം നോക്കണം. നമ്മളൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം, അതായത് 25 മീറ്ററെങ്കിലും ദൂരത്തോട്ട് ചെന്നിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യപ്പെടുന്ന വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് കയറാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു 50 മീറ്റർ സ്പീഡിനെ വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മൾ 60 കിലോമീറ്റർ സ്പീഡിന് വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു അല്ലേ. തിരിഞ്ഞു വരുമ്പം എന്നെ ചെയ്യും, നമ്മൾ തിരിക്കുമ്പം ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയുടെ സ്പീഡ് കുറയുന്നില്ല. ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയുടെ സ്പീഡ് നമ്മൾ തിരിക്കുമ്പം 30 കിലോമീറ്റർ സ്പീഡിലോട്ട് പോകും. അപ്പം വന്ന് വണ്ടി നമുക്കിട്ട് ഇടിക്കും. അത് കാരണം കുറച്ച് ദൂരത്തോട്ട് ചെന്നിട്ട് വേണം പാലിലായിട്ട് പയ്യെ കയറാവുള്ളൂ. സാഹചര്യം നോക്കി ഓടിക്കണം അടുത്ത് കേട്ടോ. സീബ്ര ലൈനൊക്കെ ഉണ്ട്, മഞ്ഞ വഴിയുണ്ട്, എല്ലാം ശ്രദ്ധിക്കുക എന്നുള്ള സ്ഥലമാണ് കേട്ടോ. ഓവർടേക്കിങ് പാടില്ല, അവിടെയൊക്കെ നോക്കി 30 കിലോമീറ്റർ താഴെയുള്ള സ്പീഡിനെ പോകാവുള്ളൂ കേട്ടോ. ഇവിടെ അവിടെ ഗിയർ നമുക്ക് പോകാൻ സ്ഥലമുണ്ടല്ലോ എന്നോർത്ത് ഗിയർ മാറി സ്പീഡിന് ഓടിക്കല്ല, 30 താഴെ. അതുപോലെ ഇടതുവശം ചേർന്നു. നമുക്ക് നിയമം അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ആരെങ്കിലും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടും മുട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം. അല്ല അങ്ങോട്ട് ഒച്ചയും വെള്ളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല.
ബ്രേക്ക് കാല് വെച്ച് പോകും. അച്ഛനോടത്ത് പോട്ടെ, ഫോർത്തിട്ട് സ്പീഡ് കയറി വരണം കേട്ടോ. ഫോർത്തിനാന്ന് പറയുമ്പോൾ ഫോർത്തിന് സ്പീഡ് കയറി വന്നിട്ട് വേണം ഫോർത്തിന് കേട്ടോ. ഇനി വീണ്ടും മഞ്ഞ ലൈനും ഇത് കൂടെ സൂക്ഷിക്കുക. അപകട വളവ് ശ്രദ്ധിച്ചു പോകും. അപ്പോൾ ഏത് കീറ തേട് കൊടുത്ത വളവ് ചെന്നപ്പോഴും കൊടുത്താൽ മതി കേട്ടോ. ഈ സ്ഥലത്തിന് പേരെന്നാ? മഞ്ഞക്കടമ്പ്. എപ്പോൾ ഓടിച്ചാലും അടുത്ത ദിവസം ചേർന്ന് പോകും കേട്ടോ. അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും കേട്ടോ. കാലം ഞാൻ വെയിറ്റിംഗ് ഷെഡിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തിക്കാം കേട്ടോ. ഇൻഡിക്കേറ്ററിൽ ഇട്ട് സ്ലോ ഡൗൺ കാണിച്ച് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതേ സ്പീഡിന് തന്നെ സ്ലോ ഡൗൺ കാണിക്കും കേട്ടോ. അത് കഴിഞ്ഞാണ് നമ്മൾ പിന്നെ സ്ലോ ആക്കാവുള്ളൂ. സ്ലോ ഡൗൺ കാണിച്ച ശേഷം മാത്രമേ സ്ലോ ആക്കാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കണം. കാണിച്ചാൽ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചാൽ വണ്ടി ഒതുങ്ങി അവിടെ നിർത്തും. മിഡിക്ക് തിരിച്ചും ബ്രേക്കും കേട്ടോ കേട്ടോ.